പാലക്കാട്ടുകാരനായ കുഞ്ചൻ നമ്പ്യാർ 1700-കളിലാണ് നമ്മുടെ ചെമ്പക നാട് എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ രാജാവിൻ്റെ ആശ്രിതനായി അദ്ദേഹം അവിടെ വന്നു ചേരുന്നതും അവിടെ വെച്ച് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി വലിയൊരു കവിയായി അറിയപ്പെടുന്നത്. ഒരേ ക്രമത്തിൽ വാക്കുകൾ നിരത്തി വെച്ചിട്ട് ആ വാക്കുകൾ കൊണ്ട് അത് പല ഈണങ്ങളിൽ ചൊല്ലി അത് അർത്ഥവ്യത്യാസം ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അസാമാന്യമായിരുന്നു. ഫോർ എക്സാമ്പിൾ, he is describing here a feast that is served to him. Please see here. Patram Vistradamatra. The banana leaf on which the food is served is so big. തുമ്പമലർ തോറ്റോടിയിടുന്നൊരന്നവും. The rice is so beautiful, just looking like the flowers of tumba. പുത്തൻ നെയ്, just fresh ghee. കനിയെ പഴുത്ത പഴം, കണക്കിന് പഴുത്ത പഴം. കാളിപ്പഴം, കാളനും, that is one of the specialities of that place. 500 കറി, ദാസ്യമേലും നാരങ്ങയും മാങ്ങയും. Asked 500 types of curries, and even naranga and manga, the lemon and mango that is served are just looking like servants. നിത്യം ചെമ്പകനാട്ടിൽ അഷ്ടി. ചെമ്പകനാട്ടിൽ, അതായത് അമ്പലപ്പുഴയിൽ വളരെ അഷ്ടി മീൻസ് ഫുൾ മീൽസാണ്. തൈർ മോർ മുട്ടാതെ കിട്ടും സുഖം. തൈരിനും മോരിനും ഒരു മുട്ടുമില്ല, ഇഷ്ടം പോലെ കിട്ടും, വളരെ സുഖം. ഇതേ വാക്കുകൾ കുഞ്ചൻ നമ്പ്യാർ ഈ സദ്യയെ ഇകഴ്ത്തി പറയാനായിട്ട് തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതിങ്ങനെ: പത്രം വിസ്തൃതം അത്ര തുമ്പ. The banana leaf is so small, it looks like that tumba leaf. മലർ തോറ്റോടിയിടുന്നൊരന്നവും പുത്തൻ. The rice that is served is so much overcooked. That also new rice, which is not that tasty. നെയ്കിനിയ പഴുത്ത പഴം. Just പഴം, the banana is so ripe that it looks like butter or ghee. That also kali. പഴം കാളനും. The കാളൻ that is served is so old, stale. 500 കറിക്ക് ദാസ്യമേലും നാരങ്ങയും മാങ്ങയും നിത്യം. നാരങ്ങയും മാങ്ങയും, that is your lemon and mango, daily. Pickles. No change. ചെമ്പകനാട്ടിൽ അഷ്ടി. ചെമ്പകനാട്ടിലെ ഊണിൻ്റെ കച്ചവടമായി പറയുന്നത്. തൈർ മോർ മുട്ടാതെ കിട്ടും. തൈരും മോരും ആ ഭാഗത്തോട്ട് മുട്ടിക്ക് പോലും ചെയ്യത്തില്ല. ഇറ്റ് ഈസ് നോട്ട് സെർവ്ഡ് അറ്റ് ഓൾ. There is no curd, no buttermilk served. That is the same sequence of words Kunjan Nambiyar can use for describing it as a glorious meal, and he can also serve the same sequence of words to describe the meal as mediocre or wasteful.